കേരളത്തിലെ ഏറ്റവും പഴയ സെൻട്രൽ ജയിൽ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ ജയിൽ. ജയിൽ ചട്ടപ്രകാരം കേരളത്തിലെ ജയിൽ ഭരണത്തെ എത്ര മേഖലകളായി തിരിച്ചിട്ടുണ്ട്? 3. റീജിയണൽ തലത്തിൽ ജയിൽ വകുപ്പിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? DIG. കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജയിൽ സംവിധാനം ബോസ്റ്റൽ സ്കൂൾ 18 മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ജയിലിലെ അന്തേവാസികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? അസിസ്റ്റന്റ് ജയിലർ. കേരളത്തിലെ ഏക വനിതാ ജയിൽ വനിതാ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര. ഒരു ജയിലിന്റെ ഭരണപരമായ പൂർണ്ണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സൂപ്രണ്ട്. അന്തേവാസികളുടെ മാനസിക മാറ്റത്തിനായി നടപ്പിലാക്കുന്ന ഫ്രീഡം ഫുഡ് പദ്ധതി തുടങ്ങിയത് എവിടെയാണ്? സെൻട്രൽ ജയിൽ തിരുവനന്തപുരം. ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അനുവദിക്കുന്ന അവധി ഏത് പേരിൽ അറിയപ്പെടുന്നു? പരോൾ. കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? വിയ്യൂർ. ജയിൽ അന്തേവാസികൾക്ക് നൽകുന്ന തിരിച്ചറിയൽ നമ്പർ അറിയപ്പെടുന്നത് പ്രിസൺ നമ്പർ. കേരള ജയിൽ വകുപ്പിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള തസ്തിക ഏതാണ്? പ്രിസൺ ഓഫീസർ, വാർഡൻ. റിമാൻഡ് പ്രതികളെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ജയിലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സബ് ജയിൽ. കേരള ജയിൽ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിന്റെ പേരെന്ത്? ഇ-പ്രിസൺസ്. സംസ്ഥാനത്ത് ജയിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്ന ആസ്ഥാനം എവിടെയാണ്? തൃശൂർ രാമവർമ്മപുരം. തടവുകാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റുകൾ. ജയിൽ ഭക്ഷണത്തിൽ മാംസാഹാരം ഉൾപ്പെടുത്തുന്ന ദിവസം സാധാരണയായി ഏതാണ്? ഞായർ. കേരള ജയിൽ വകുപ്പിന് കീഴിലുള്ള ശ്രീ ചിത്തിര തിരുനാൾ റെസ്ക്യൂ ഹോം എവിടെയാണ്? തിരുവനന്തപുരം. ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാൻ നിയമിതരായ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന നായവിഭാഗം ജയിൽ K9 സ്ക്വാഡ്. ജയിലിലെ ശിക്ഷാ കാലയളവിൽ മികച്ച പെരുമാറ്റം കാഴ്ചവെക്കുന്നവർക്ക് ശിക്ഷയിൽ ലഭിക്കുന്ന ഇളവ് റിമിഷൻ. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ എവിടെയാണ്? ചീമേനി, കാസർഗോഡ്. മഴവില്ല് എന്ന പദ്ധതി ജയിലിൽ ആർക്കുവേണ്ടിയുള്ളതാണ്? ട്രാൻസ്ജെൻഡർ അന്തേവാസികൾക്ക്. ജയിൽ ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിൽ ധരിക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് പദവി തിരിച്ചറിയാം. ഈ നക്ഷത്രം ധരിക്കുന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ജയിലർ. ഒരു നക്ഷത്രം ധരിക്കുന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ജയിലർ. കേരള ജയിൽ വകുപ്പ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? ആഭ്യന്തര വകുപ്പ്. കേരളത്തിലെ ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1896. തിരുവനന്തപുരം പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിൽ നിലവിൽ വന്നത് എന്നാണ്? 1886. നെട്ടുകാൽ തേര് തുറന്ന ജയിൽ ഉദ്ഘാടനം ചെയ്തത് 1962 ഓഗസ്റ്റ് 28-ന്. കൊച്ചിയിലെ സെൻട്രൽ ജയിൽ വിയ്യൂരിലേക്ക് മാറ്റിയ വർഷം 1914. തിരുവിതാംകൂറിൽ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ തസ്തിക ആദ്യമായി രൂപീകരിച്ചത് എന്ന്? 1953. കേരള ജയിൽ ചട്ടങ്ങൾ ആദ്യമായി രൂപീകരിച്ചത് ഏത് വർഷം? 1958. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സ്ഥാപിതമായത് എവിടെ? നെയ്യാറ്റിൻകര 1990. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് നിലവിൽ വന്ന വർഷം 2010. ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സിഗ സ്ഥാപിതമായ വർഷം 1957. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത അന്നത്തെ ആഭ്യന്തരമന്ത്രി ആര്? PT ചാക്കോ. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയ്യൂർ. ഏറ്റവും ഒടുവിൽ നാലാമതായി നിലവിൽ വന്ന സെൻട്രൽ ജയിൽ തവനൂർ. ജയിൽ നിയമപ്രകാരം പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസ് എന്നാൽ മദ്യം, മയക്കുമരുന്ന്, മൊബൈൽ ഫോൺ. തടവുകാരുടെ പരാതികൾ കേൾക്കാൻ ജയിൽ സന്ദർശിക്കുന്ന മജിസ്ട്രേറ്റ് വിസിറ്റിംഗ് മജിസ്ട്രേറ്റ്. ജുവനൈൽ തടവുകാരെ പാർപ്പിക്കേണ്ടത് എവിടെ? ഒബ്സർവേഷൻ ഹോം. ജയിൽ ഉദ്യോഗസ്ഥരുടെ യൂണിഫോം നിശ്ചയിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാർ. ജയിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്ന സെൽ പണിഷ്മെന്റ് സെൽ അഥവാ സോളിറ്ററി കൺഫൈൻമെന്റ്. തടവുകാരെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം പ്രിസണേഴ്സ് അറ്റൻഡൻസ് ഇൻ കോർട്ട് ആക്ട്.
തടവുകാരുടെ മാനസിക ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഉദ്യോഗസ്ഥൻ സൈക്കോളജിസ്റ്റ് അഥവാ മെഡിക്കൽ ഓഫീസർ. തുറന്ന ജയിലുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആക്ട് സെക്ഷൻ 6. ഒരു തടവുകാരനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നത് ആരാണ്? ജയിൽ DGP. തടവുകാരുടെ തൊഴിലും വേതനവും സംബന്ധിച്ച വിവരം നൽകുന്ന സെക്ഷൻ 65. റിമാൻഡ് പ്രതികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ജില്ലാ ജയിൽ അല്ലെങ്കിൽ സബ് ജയിൽ. ജയിൽ ഉദ്യോഗസ്ഥർ തടവുകാരുമായി കച്ചവടത്തിലേർപ്പെടുന്നത് നിരോധിക്കുന്ന സെക്ഷൻ 18. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഏത് IPC സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്? സെക്ഷൻ 224. ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകുന്ന അധികാരം ആർക്കാണ്? ഗവർണർ അല്ലെങ്കിൽ സർക്കാർ. തടവുകാർക്ക് നിയമസഹായം ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 42. ജയിലിലെ സന്ദർശകരെ സംബന്ധിച്ച ചട്ടങ്ങൾ പറയുന്ന സെക്ഷൻ 50. ജയിലിലെ അച്ചടക്ക ലംഘനത്തിന് നൽകാവുന്ന ശിക്ഷകളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 72. സ്ത്രീ തടവുകാരെ പാർപ്പിക്കേണ്ട രീതികളെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ 31. ജയിൽ ഉദ്യോഗസ്ഥരുടെ ചുമതലകളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 12. തടവുകാരുടെ ഭക്ഷണക്രമം നിശ്ചയിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 35. ഒരു തടവുകാരന് കഠിന തടവ് അനുഭവിക്കാൻ ശാരീരിക ക്ഷമതയുണ്ടോ എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 30. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് 2010 സെക്ഷൻ 30 പ്രകാരം ശിക്ഷിക്കപ്പെട്ട ഒരു തടവുകാരനെ ജയിലിൽ പ്രവേശിപ്പിച്ച എത്ര സമയത്തിനുള്ളിൽ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കണം? ആസ് സൂൺ ആസ് പോസിബിൾ. സെക്ഷൻ 30 അനുസരിച്ച് പരിശോധനയ്ക്കു ശേഷം മെഡിക്കൽ ഓഫീസർ തടവുകാരന്റെ ആരോഗ്യ വിവരങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഹിസ്റ്ററി ടിക്കറ്റിൽ. കേരളത്തിൽ തടവുകാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഇപ്പോഴത്തെ നിയമം കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് റൂൾ 2014. സെക്ഷൻ 30 പ്രകാരം ഒരു തടവുകാരനെ പരിശോധിച്ച ശേഷം മെഡിക്കൽ ഓഫീസർ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടാത്തത് എന്താണ്? തടവുകാരന്റെ മുൻകാല കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നില്ല. ജയിൽ അന്തേവാസികൾ തയ്യാറാക്കുന്ന ഭക്ഷണ വിതരണ ശൃംഖലയുടെ പേര് ഫ്രീഡം ഫുഡ് ഫാക്ടറി. ബോർസ്റ്റർ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുന്ന തടവുകാരുടെ പ്രായപരിധി എത്ര? 18-നും 21 വയസ്സിനും ഇടയിൽ. A ക്ലാസ് തടവുകാരിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? പതിവ് കുറ്റവാളി അല്ലാത്തവരും സൽസ്വഭാവികളായിട്ടുമുള്ള തടവുകാർ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരന്റെ ഭാരവും ഉപയോഗിക്കേണ്ട കയറിന്റെ അളവും തമ്മിലുള്ള ശരിയായ ജോഡി കണ്ടെത്തുക. ഇവയെല്ലാം ശരിയാണ്. 44 കിലോവിൽ താഴെയാണെങ്കിൽ 1.98 മീറ്റർ, 57 കിലോവിന് താഴെയാണെങ്കിൽ 1.83 മീറ്റർ, 70 കിലോവിൽ താഴെയാണെങ്കിൽ 1.68 മീറ്റർ. തടവുകാരന്റെ സാധാരണ അവധി കണക്കാക്കുന്നത് എങ്ങനെ? ഒരു കലണ്ടർ വർഷത്തിൽ 60 ദിവസം, ത്രൈമാസത്തിൽ 15 ദിവസം, 6 മാസത്തിൽ 30 ദിവസം. ശരിയായവ തിരഞ്ഞെടുക്കുക. ഡെറ്റിന്യൂ എന്നാൽ ഏതെങ്കിലും നിയമത്തിന് കീഴിൽ കരുതൽ തടങ്കലിൽ വ്യവസ്ഥ ചെയ്യാൻ ക്ഷമതയുള്ള ഒരു അധികാര സ്ഥാപനം പുറപ്പെടുവിപ്പിച്ച വാറന്റോ റിട്ടോ ഉത്തരവ് വഴി ഒരു പ്രിസണിലേക്ക് അയക്കപ്പെട്ട ഏതൊരാളും എന്ന് അർത്ഥമാക്കുന്നു. ഏതൊക്കെ ജയിലുകൾ സംയോജിപ്പിച്ചാണ് ജയിൽ വകുപ്പ് രൂപം നൽകിയത്? ട്രാവൻകൂർ, കൊച്ചിൻ സ്റ്റേറ്റ്, ബ്രിട്ടീഷ് മലബാർ സ്റ്റേറ്റ് ജയിലുകൾ. സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാർക്കായി പ്രത്യേകം ബ്ലോക്ക് സ്ഥാപിച്ച വർഷം 1904. നിരാലംബരായ തടവുകാർക്ക് ജയിലിൽ നിന്ന് വിടുതൽ ചെയ്യുമ്പോൾ അവരുടെ വീടുകളിൽ എത്തിക്കാനാവശ്യമായ പണം നൽകുന്നതിന് ഉത്തരവ് നൽകിയ വർഷം 1890. കേരള സംസ്ഥാന രൂപീകരണത്തോടെ രൂപം കൊണ്ട ജയിൽ സംവിധാനങ്ങൾ അഥവാ ജയിൽ വകുപ്പുകൾ. ജയിൽ IG-യുടെ കാര്യാലയം, സെൻട്രൽ ജയിലുകൾ, കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നൊരു ബോർസ്റ്റർ സ്കൂൾ. ഭക്ഷ്യ ഉൽപാദനത്തിനായി ഹരിത പദവി നേടിയ കേരളത്തിലെ ജയിൽ ചീമേനി തുറന്ന ജയിൽ. തടവുകാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യ ജയിൽ പൂജപ്പുര. കേരളത്തിലെ ജയിലുകളിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി ഹാജരാക്കൽ സംവിധാനം ആരംഭിച്ച വർഷം 2005. 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ പാർപ്പിച്ചിരുന്ന പ്രധാന ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ.